വെൽക്കം ടു ബിസ്പോൾ ലേണിംഗ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചാപ്റ്റർ എന്താണ്, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്കോണമിയിൽ മെയിൻ ആയിട്ടുള്ള എക്കണോമിക് ഏജൻസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ആണ്, അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കിയാലും either an individual will be a producer അല്ലെങ്കിൽ കൺസ്യൂമർ ആയിരിക്കും. ഇതിൽ ആരെങ്കിലും ആയിരിക്കും എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ, either a producer അല്ലെങ്കിൽ കൺസ്യൂമർ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു കൺസ്യൂമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ എക്വിലിബ്രിയം, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അങ്ങനെയുള്ള ആസ്പെക്ട്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ആൻഡ് ഈ തേർഡ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്തായിരുന്നു, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. അതായത് പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയാണ് പ്രൊഡക്ഷനിൽ വേണ്ട, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അതെന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ്സ് ആയിരുന്നു നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ കണ്ടത്. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്ഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്താണ് നമുക്ക് അവിടെ കോസ്റ്റ് ഇൻകർ ആവുന്നത്, അല്ലേ? നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിന് എന്ത് വേണം, ഇൻപുട്സ് വേണം. അപ്പോൾ ആ ഇൻപുട്സിനെ ഇൻകർ ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻപുട്സ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇൻപുട്സ് അക്വയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ്, നമുക്ക് വരുന്ന എക്സ്പെൻസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള രണ്ട് സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ടോപ്പിക് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പ്രൊഡക്ഷൻ. നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. അതായത് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ടിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന, നമ്മൾ ഇൻ ദ സെൻസ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസ് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ പ്രൊഡക്ഷൻ. ആൻഡ് നമുക്ക് പ്രോഫിറ്റ്, പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താ, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫേംസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ കോസ്റ്റ് കുറയ്ക്കാനായിട്ട്, കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രോഫിറ്റ്സ് ക്യാൻ ബി മാക്സിമൈസ്ഡ് either by reducing cost or by increasing revenue. അതായത് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസസ് ഇൻകേർഡ് അല്ലെങ്കിൽ കോസ്റ്റും അതേപോലെ തന്നെ റവന്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റും അതേപോലെ തന്നെ നമ്മൾ ഇൻകർ ചെയ്ത് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഔട്ട്പുട്ട് നമ്മൾ സെൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ റവന്യൂവും കോസ്റ്റും കൂടിയുള്ള ഒരു ഡിഫറൻസിനെയാണ് പ്രോഫിറ്റ് എന്ന്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഈ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേജർ റോളാണ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കോസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ആൻഡ് നമുക്ക് പല തരത്തിലുള്ള കോസ്റ്റ്, ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഒരു പ്രൊഡ്യൂസേഴ്സ് പല തരത്തിലുള്ള കോസ്റ്റ് ഫേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റാണ് TFC എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ TFC ഉണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ഇത് മൂന്നും എന്താ പറയുക, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കോൺസെപ്റ്റ്സ് ആണ്. ഇത് കൂടാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇനിയുമുണ്ട് ആവറേജ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഷോർട്ട് റൺ, ലോങ് റൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് മെയിൻലി കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് വിച്ച് റിമെയിൻ ഫിക്സഡ് വിത്ത് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് ഈസ് കോൾഡ് ഫിക്സഡ് കോസ്റ്റ്. അതായത് ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഇസ് സീറോ, ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുവാണ്. അതെന്തുകൊണ്ടാണ്? അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ കോസ്റ്റ് ഇൻകേർഡ് ഇൻ ദി
purchase of നമ്മളുടെ മിഷനറീസ്, അല്ലെങ്കിൽ റെന്റ് ഓൺ ലാൻഡ്, അല്ലെങ്കിൽ സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻഷുറൻസ് പ്രീമിയം, ഡിപ്രീസിയേഷൻ ചാർജസ് എക്സെട്ര. ഇങ്ങനത്തെ വരുന്ന എക്സ്പെൻസസിൽ വരുന്ന കോസ്റ്റുകളെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പെർമനന്റ് എംപ്ലോയീസിന് നമുക്ക് സാലറി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, മേ ബി നമ്മൾ ഈ മന്ത് നമ്മൾ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, പ്രൊഡക്ഷൻ ഒന്നുമില്ല നമുക്ക്, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു വേറൊരു പ്രോപ്പർട്ടി, ഒരു ലാൻഡിലായിരിക്കും, ഒരു റെന്റഡ് ലാൻഡിലാണ് നമ്മുടെ ഫേം എങ്കിൽ വി ഹാവ് ടു പേ ദ റെന്റ്. നമ്മൾ ഈ മന്ത് പ്രൊഡക്ഷൻ നടത്തിയില്ല, നമുക്ക് പ്രൊഡക്ഷൻ സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് വി ഹാവ് ടു പേ ദ റെന്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈവൻ ഇഫ് ഔട്ട്പുട്ട് ഇസ് സീറോ, ഫിക്സഡ് കോസ്റ്റ് ഹാവ് ടു ബി ഇൻകേർഡ്. ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും വി ഹാവ് ടു ഇൻകർ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻ ഫിക്സഡ് വിത്ത് ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഫിക്സഡ് കോസ്റ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ദാറ്റ് റിമെയിൻ ഫിക്സഡ്. അതാണ് ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു പ്രത്യേകത. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഔട്ട്പുട്ട് ഇല്ല എന്നാണെങ്കിലും നമ്മൾ ഫിക്സഡ് കോസ്റ്റ്, ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ ഒരു ഫോം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്യണത്? നമ്മളൊരു ലാൻഡ് റെന്റിന് എടുക്കും, അല്ലെങ്കിൽ ലീസിന് എടുക്കും. പിന്നെ നമ്മൾ എന്താണ്, മെഷീൻസ് വാങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി മേ ബി ഒരു 1 or 2 months കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 or 2 monthsലോട്ട് നമുക്ക് എന്താണ്, അവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നുണ്ട്. മേ ബി നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻപുട്സ് ഒന്നും നമ്മൾ ഇൻകർ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ നമ്മളവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. ഓക്കെ, now the next one is total variable cost. Total variable cost എന്ന് പറഞ്ഞാൽ എന്താണ്? The cost that vary with changes in output is called total variable cost. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റ് വേരി ചെയ്യും, അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് as output increases or decreases, variable cost will increase or decrease. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറയണതനുസരിച്ച് വേരിയബിൾ കോസ്റ്റും കൂടിയും കുറഞ്ഞും ഇരിക്കും. But that purely depends upon variable cost ആണ്. That purely depend upon the output ആണ്. Okay, ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇല്ല എന്നാണെങ്കിൽ, പ്രൊഡക്ഷൻ സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും സീറോ ആണ്. ഔട്ട്പുട്ട് കൂടുമ്പോഴേക്കും വേരിയബിൾ കോസ്റ്റും കൂടും. എന്തുകൊണ്ടാണത്? ബിക്കോസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻകേർഡ് ഇൻ റോ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ ഫ്യൂവൽ, ട്രാൻസ്പോർട്ടേഷൻ, ഡെയിലി വേജ് എംപ്ലോയീസ്, അല്ലെങ്കിൽ ടെമ്പററി വേജ് വർക്കേഴ്സ്, അവരുടെയൊക്കെ കോസ്റ്റ് ആണ് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെയിലി വേജ് എംപ്ലോയീസിന് നമ്മൾ എപ്പോഴാണ് വിളിക്കണം? നമുക്ക് വർക്ക് ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർ വന്ന് വർക്ക് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവരുടെ വർക്കിൻ്റെ റിസൾട്ടായിട്ട് അവിടെ ഔട്ട്പുട്ട് വരും. അപ്പോൾ ഇൻപുട്ട് ഉള്ളപ്പോഴാണ് അവിടെ ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ എന്താണ്, വേരിയബിൾ കോസ്റ്റും ഇൻകർ ആവുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ കോസ്റ്റ്, ഇപ്പോൾ റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നത്, റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോഴേക്കും ആ റോ മെറ്റീരിയൽസ് ആണ് എന്താണ്, ട്രാൻസ്ഫോം ചെയ്ത് ഔട്ട്പുട്ട് ആവുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻപുട്ട് വാങ്ങാനായിട്ട് നമ്മൾ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ എത്രത്തോളം റോ മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ടോ അത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസ് ആൻഡ് വെൻ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസസ്, നമ്മുടെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്താണ്, വേരീസ് വിത്ത് ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് ഉണ്ടോ അതെല്ലാം വേരിയബിൾ കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. ഇതാണ് നെക്സ്റ്റ് ടൈപ്പ്, TVC, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. നെക്സ്റ്റ് വൺ, ടോട്ടൽ കോസ്റ്റ്. അതായത് ടോട്ടലായിട്ട് ദ ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇൻകർ ചെയ്തേക്കുന്ന ടോട്ടൽ കോസ്റ്റിനെയാണ് ഈ TC എന്ന് പറയുന്നത്. അതായത് സം ടോട്ടൽ ഓഫ് ഓൾ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ത് ഗുഡാണോ അല്ലെങ്കിൽ എന്തിൻ്റെ ഫോമാണോ അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ആ ഫോമിൽ ആ പ്രൊഡ്യൂസേഴ്സ് ഇൻകർ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കോസ്റ്റിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സമ്മേഷൻ ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഇത് രണ്ടിൻ്റെ ഒരു സമ്മേഷനാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
It refers to the sum total of cost incurred by the producer to produce goods and services. അപ്പോൾ രണ്ടിൻ്റെയും കൂടെയുള്ള ഒരു സമ്മേഷൻ ആണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ടി സി ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി. ഇതാണ് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി എന്ന് പറയും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് 0 1 2 3 4 ആണ് നമ്മുടെ യൂണിറ്റ്സ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് വരുവാണ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുകയാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് 80 102 122 140 156 എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കോസ്റ്റ് വരുവാണ്. ആൻഡ് അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, അത് ഫിക്സഡ് ആണ്. 80 ആണെങ്കിൽ ടിൽ 4 യൂണിറ്റ്സ് വരെ 80 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്താ പറയുക, യൂണിറ്റും അതേപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും വേരിയിങ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദി പ്രോസസ് അത് ഫിക്സഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് എന്താ ചെയ്യണം, നമ്മൾ ടി സി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കാണാനായിട്ട് നമ്മൾ ടി സിയിൽ നിന്ന് ടി എഫ് സി ഡിഡക്റ്റ് ചെയ്യുകയാണ്. ഇപ്പം നമുക്കിപ്പോൾ ടി സി മാത്രമാണ് തന്നേക്കുന്നത് ആൻഡ് ഇൻ ദി ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ ഫിക്സഡ് ഫോർ ദ കമ്പനി ഒരു 100 ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 80 ആണ് തന്നേക്കണമെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കാണാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ ഒരു ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എത്രത്തോളം ഡിഡക്റ്റ് ചെയ്താൽ, എന്ത് ഡിഡക്റ്റ് ചെയ്താലാണ് ടി സി കിട്ടണേ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 80 മൈനസ് 80 ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് 80 മൈനസ് 80 നമുക്ക് 0 ആണ്. അതായത് ടോട്ടൽ കോസ്റ്റും ഇല്ല, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഇല്ല, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇല്ല ഫസ്റ്റ് ഇതിൽ. ദെൻ സെക്കൻഡ് യൂണിറ്റ് വരുമ്പോഴേക്കും എന്താണ്, നമുക്ക് അവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 102 ആണ്. അപ്പോൾ 102 കിട്ടുന്നത് എങ്ങനെയാണ്, 80 പ്ലസ് 22 ആണ് നമുക്ക് 102 കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് നോക്കുക. ഫസ്റ്റ് സീറോയുടെ സമയത്ത് നോക്കിയേ, നമ്മൾ ഇൻപുട്ട് ഒന്നുമില്ല, ബട്ട് എന്നാലും നമുക്ക് എന്താണ് ഇവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഇത് നോക്കി, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വേറെ ഔട്ട്പുട്ട് ഒന്നും ഇല്ലെങ്കിൽ പോലും, ഔട്ട്പുട്ട് ഇവിടെ 0 ആണെങ്കിൽ പോലും ഇവിടെ എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ലാൻഡിൻ്റെ റെൻ്റ് ആവാം, അതല്ലെങ്കിൽ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് ആവാം, അല്ലെങ്കിൽ പെർമനൻറ്റ് എംപ്ലോയേഴ്സിൻ്റെ സാലറി ആവാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈവൻ ദോ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ പോലും നമുക്കിവിടെ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് 80 ആണ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്താണ് 0 ആണ്. നമ്മൾ വേറെ എന്താ റോ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നിട്ട് 0 വരുന്നത്. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് 0 ആണ്, ടി എഫ് സി മാത്രമാണ് 80 ആൻഡ് അതിൻ്റെ റിസൾട്ടായിട്ട് ടോട്ടൽ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് 80 റുപ്പീസ് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഇതിൽ എന്താണ്, നമ്മൾ വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്യുകയാണ്, നമ്മൾ ഇൻപുട്ട് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് 22 ഇൻപുട്ടാണ്, വേരിയബിൾ കോസ്റ്റ് ആണ്. ദെൻ ഫിക്സ് കോസ്റ്റ് അഗെയിൻ 80, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 80 ആണ്. ടോട്ടൽ കോസ്റ്റ് വന്നിട്ട് 102. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ അഗെയിൻ എന്താണ്, നമ്മൾ ഇത് ഇവിടെ നിന്ന് എന്താ പറയുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ ഈ ടേബിൾ റീഡ് ചെയ്തത്. അതല്ലാണ്ടുള്ളത് ചെയ്യാം. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടി വി സി, ടി എഫ് സി, ടി സി, ദെൻ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ എടുത്തേക്കുന്നത് റിവേഴ്സ് ആയിട്ട് റീഡ് ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിനകത്ത് എന്താണ്, എഗെയിൻ ടി വി സി വന്നിട്ട് 42 ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്ത് വി ആർ ഗെറ്റിംഗ് ടോട്ടൽ കോസ്റ്റ് 122 ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആസ് ആൻഡ് വെൻ ടി വി സി ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ച് 22 42 ആയി 60 ആയി 76 ആയി ടി വി സി ഇൻക്രീസ് ചെയ്യണതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ടി വി സി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും വേരി ചെയ്യും. ഇഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് കുറയുകയാണെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും കുറയും. ആൻഡ് ടി എഫ് സിയുടെ കാര്യത്തിൽ എന്താണ്, അത് കോൺസ്റ്റന്റ് ആണ്. റെസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഹാപ്പൻസ് ടി എഫ് സി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കും. ആൻഡ് ടി സി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി സമ്മേഷൻ ആണ് ടി സി എന്ന് പറയുന്നത്. ടി എഫ് സി പ്ലസ് ടി വി സി ആണ് ടി സി എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് നോക്കാം. എക്സ് ആക്സിസിൽ ഇവിടെ ഔട്ട്പുട്ട് ആണ്
റെപ്രസെൻറ്റ് ചെയ്യുന്നത് y ആക്സിസിൽ നമ്മുടെ കോസ്റ്റ് കേർവ്സ്. TC, TFC ആൻഡ് TVC ആണ് y ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു x ആക്സിസ് ആണ് TFC, ടോട്ടൽ ഫിക്സഡ് കാസ്റ്റ്. അത് സ്ട്രെയിറ്റ് ലൈൻ ആവാനായിട്ടുള്ള കാരണം എന്താണ്? ബിക്കോസ് ഈ ഒരു കോസ്റ്റ് ഫിക്സഡ് ആണ്, ഇത് ചേഞ്ച് ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ എക്സാമ്പിൾ എന്തായിരുന്നു, 80 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ദി ഔട്ട്പുട്ട് എന്താണ്, ത്രൂ ഔട്ട് ദി പ്രോസസ്, പ്രൊഡക്ഷൻ പ്രോസസ് ഇത് 80ൽ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ. ആൻഡ് TVC നോക്കുക, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്താണ്, സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ? അതായത് ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ എന്താണ് എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് ആണ്, അപ്പോൾ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ TVCയും സീറോ ആണ്. ഔട്ട്പുട്ട് ഇൻക്രീസിനനുസരിച്ച് TVC ഈസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പോൾ ഈ TVC കർവ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദി ഒറിജിൻ. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് TC കർവ് നോക്കുക. TC കർവ്, ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം the point where TFC start. TFC എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് TC കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈവൻ ദോ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും നമ്മൾ എന്താണ് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ പോലും നമ്മളിവിടെ എന്താണ് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളിവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ TC കർവ്, ടോട്ടൽ കോസ്റ്റ് കർവ് ഇവിടെ നിന്ന് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. ബിക്കോസ് നമുക്ക് ഓൾറെഡി TFC ഉള്ളത് കൊണ്ട് നമ്മൾ TFC എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ നിന്നാണ് TC കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി അതൊന്ന് ഇൻക്രീസ് ചെയ്ത് പിന്നെ ഈ ഒരു കർവ് ആണ് നേച്ചർ ഓഫ് ദി TC ആൻഡ് TVC കർവ് എന്ന് പറയുന്നത് റൈസിങ് കർവ് ആണ്. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇനീഷ്യലി ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് ദെൻ ഡിക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ് എന്നുള്ള ഒരു ഇത്. അത് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ അത് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് നേച്ചർ ഓഫ് ദി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ കർവ് എങ്ങനെയാണെന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ TFC ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ആൻഡ് TVC ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. TC ഈസ് ഓൾസോ സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ. രണ്ടും അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. TFC മാത്രമാണ് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇത്രയുമാണ് TC, TVC ആൻഡ് TFCനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതാണ് 3 കോസ്റ്റ് കർവ്സ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് നെക്സ്റ്റ് 2 കർവും വരുന്നത്, ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും. ഓക്കെ. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് കിട്ടുന്നത്. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ പെർ യൂണിറ്റ് ഔട്ട്പുട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് കോൾഡ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിലുള്ള ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വോണ്ട് ടച്ച് ദി എക്സ് ആക്സിസ്. രണ്ട് ആക്സിസിനും ടച്ച് ചെയ്യത്തില്ല. ഇറ്റ് ബിക്കംസ് ക്ലൂസർ ആൻഡ് ക്ലൂസർ. എക്സ് ആക്സിസിനോട് ക്ലൂസർ ആൻഡ് ക്ലൂസർ ആവും, ബട്ട് ഇറ്റ് വിൽ നെവർ ടച്ചസ് ദി എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. അതാണ് റെക്റ്റാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ AFC കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? TFC നമുക്കുണ്ട്. TFCനെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണ്? ഔട്ട്പുട്ട് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ആ ഇൻക്രീസിങ് ഔട്ട്പുട്ടിനെ നമ്മൾ TFC ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഫോർമുല ഉണ്ട്. either we can calculate as TFC divided by Q. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. അതല്ല എന്നാണെങ്കിൽ TFC equal to AFC into Q. ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് AFC അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. രണ്ട് ഇക്വേഷൻ ഓർത്ത് വെക്കാം. ഓക്കെ. Now next one is average variable cost. Average variable cost. ഇത് നമുക്ക് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും വിൽ ബി ഗെറ്റിംഗ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ. അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൽ
ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സിമിലർ ടു AFC നമ്മളിവിടെ എന്താണ് TVCനെയാണ് നമ്മൾ Q വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണത്. AFC ആണാനായിട്ട് എന്താണ് TFC ആണ് നമ്മൾ Q വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. AVC ആകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള TVC വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ TVC ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അതായത് AVC ഈക്വൽ ടു TVC ഡിവൈഡഡ് ബൈ Q, അതല്ലെങ്കിൽ നേരത്തെ ഇക്വേഷൻ TVC ഈക്വൽ ടു AVC ഇൻറ്റു Q എന്ന് ചെയ്താലും നമുക്ക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു സെഷനിൽ നമുക്ക് വൺ മോർ സെഷൻ കണ്ടക്ട് ചെയ്യാം. ഇനി വൺ മോർ സെഷനിൽ നമുക്ക് ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഒരു സമ്മറി നോട്ട് പോലെ ഈ നമ്മൾ പറഞ്ഞേക്കുന്ന ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പറഞ്ഞേക്കുന്ന എല്ലാ ഇക്വേഷൻസും അതേപോലെ തന്നെ കേഴ്സും മാത്രമായിട്ട് നമുക്കൊരു സെഷനും കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു പെട്ടെന്നുള്ളൊരു എന്താ പറയുക ഒരു ബ്രഷപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ പോലെ നമുക്ക് നോക്കാം. അതായത് ഇതിനകത്ത് കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ ടാബ്ലർ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ തന്നിട്ട് കംപ്ലീറ്റ് ദ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലാണെങ്കിൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാം, യൂട്ടിലിറ്റി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു AFCയും അതേപോലെ തന്നെ TFC ഒക്കെ തന്നിട്ട് ബാക്കിയുള്ള വേരിയബിൾസ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും. ACയും അതേപോലെ തന്നെ AVC അങ്ങനത്തെ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസ് മാത്രമായിട്ട് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ AVC എന്ന് പറയുന്നത് ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കർവിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു യു ഷേപ്പ് ആണ്, യു ഷേപ്പ് കർവ് ആണ്. ആൻഡ് ഇത് ഇനീഷ്യലി ഫാളിംഗ് ആണ്, ആഫ്റ്റർ എ പോയിന്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് റൈസിങ്. ഓക്കെ, AVCയുടെ നേച്ചർ ഇങ്ങനെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഷോർട്ട് റൺ കോസ്റ്റ്. ഷോർട്ട് റൺ കോസ്റ്റ് നമുക്ക് കോസ്റ്റ് കേഴ്സ് ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻപുട്സ് ഇൻ ദി ഷോർട്ട് റൺ ആർ കോൾഡ് ഷോർട്ട് റൺ കോസ്റ്റ്. അപ്പോൾ ഷോർട്ട് റണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഷോർട്ട് റണ്ണിൽ നമുക്ക് രണ്ട് ഇൻപുട്സ് അവൈലബിൾ ആണ്. അതായത് ഫിക്സഡ് ഇൻപുട്സും അതേപോലെ തന്നെ വേരിയബിൾ ഇൻപുട്സും. അതായത് നമ്മൾ ഷോർട്ട് റണ്ണിൽ എന്താണ് എല്ലാ ഗുഡ്സും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്സും നമ്മൾ വേരിയബിൾ ആക്കുന്നില്ല, ബിക്കോസ് ഷോർട്ട് പീരീഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വേരിയബിൾ ആവാനായിട്ടുള്ള ടൈം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സിനെയും വേരിയബിൾ ആക്കാണ്ട് വി ആർ കീപ്പിംഗ് സം വേരിയബിൾസ് ഇസ് ഫിക്സഡ് ആൻഡ് സം അതർ വേരിയബിൾസ് വേരിയബിൾ ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. സം അതർ ഫാക്ടേഴ്സ് വേരിയബിളും സം ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിട്ടും വെക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റും അതേപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് റൺ ഫിക്സഡ് കോസ്റ്റും ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റും. ഓക്കെ, അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻപുട്സ് ഇൻ ദി ഷോർട്ട് റണ്ണിലാണ് ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ അല്ല ആവറേജ് കോസ്റ്റ്, ഒന്നെങ്കിൽ ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് ഇസ് ദി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. അതായത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ കോസ്റ്റിനെ Q വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കോസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. SAC അല്ലെങ്കിൽ വെറുതെ AC ആണെങ്കിലും TC ബൈ Q എന്ന് പറയും. അപ്പോൾ ഈ ആവറേജ് എല്ലാം കാണുന്നത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഇനീഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് ആണ് നമ്മൾ പിന്നെ പറഞ്ഞത്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്. ഈ ആവറേജ് കാണാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഉണ്ടെങ്കിൽ ഇത് മൂന്നിനെ നമ്മൾ Q വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും we will be getting average fixed cost, average variable cost and average cost. Okay, now next one is marginal cost. മാർജിനൽ കോസ്റ്റ് ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് മറ്റേതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു TC, TVC ആൻഡ് TFC ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് Q വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് AC, AVC ആൻഡ് AFC കിട്ടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ഒരു അഡീഷൻ ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി. ഓക്കെ, അതായത് ആസ് എ additional cost for the production of an additional unit of a commodity. ഒരു അഡീഷണൽ
കോസ്റ്റ് എത്രത്തോളം വന്നു, ഒരു എക്സ്ട്രാ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അഡീഷണൽ കോസ്റ്റ് എത്രയാണോ വന്നത് അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എം സി എം നോർമലി യു ഷേപ്പ് കർവ് തന്നെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഈ എം സി എ എസ് എം സി എ സി എ വി സി ഒക്കെ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ഓക്കെ, അപ്പൊ എം സി എന്ന് പറയുന്നത് അഡീഷൻ ടു ദി എക്സിസ്റ്റിംഗ് കോസ്റ്റ് ആണ്. അഡീഷണൽ കോസ്റ്റ് എത്ര, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു 1 more യൂണിറ്റ്, ഇപ്പൊ നമ്മൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പൊ 11th യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ 11th ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ 11th ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര അഡീഷണൽ കോസ്റ്റ് വേണ്ടി വന്നു, അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അഡീഷണൽ കോസ്റ്റ്. ഓക്കെ, എല്ലാത്തിനകത്തും അങ്ങനെ തന്നെയാണ്. മറ്റേത് മാർജിനൽ പ്രോഡക്റ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താണ്, അഡീഷണൽ പ്രോഡക്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഡീഷണൽ എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ, അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി മാർജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്, അഡീഷൻ ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്കിനെയാണ് മാർജിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് കോൺസെപ്റ്റിൽ അഡീഷണൽ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അഡീഷണൽ ആയിട്ട് എത്ര കോസ്റ്റ് ഇൻകർ ആയി, ഇതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ എന്തായിരുന്നു, മാർജിനൽ പ്രോഡക്റ്റ് ആയിരുന്നു അല്ലേ, അഡീഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാത്തിനകത്തും ഈ മാർജിനൽ പ്രോഡക്റ്റ്, മാർജിനൽ കോസ്റ്റ് അങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്, അഡീഷണൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡയഗ്രാമറ്റിക് വൈസ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ചെയ്യാം കോൺസെപ്റ്റ്സ്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ നമ്മുടെ എ പി എം പി ഒക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എം സി കർവായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് സ്റ്റേറ്റ് ചെയ്യാനായിട്ട്, എ സി കർവും എം സി കർവായിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ പറയാനായിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.